സഹകരണ ബാങ്കിനെതിരെ ഗൂഢാലോചന, ലിക്വിഡേറ്റ് ചെയ്യാൻ നീക്കം. 6 വർഷം നീണ്ട അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തെക്കുറിച്ച് അന്വേഷിക്കണം. കണ്ണാടിക്കട പൂട്ടിയതും മറ്റു ബാങ്കുകളെ ലയിപ്പിക്കാൻ ശ്രമിച്ചതും ദുരൂഹം. മികച്ച നിലയിൽ പ്രവർത്തിച്ച സഹകരണ സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് മുൻ പ്രസിഡന്റ് ജോർജ് കുന്നപ്പുഴ. 1375 നമ്പർ പുല്ലാട് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഫിലിപ്പോസ് തോമസ് നടത്തിയ പ്രസ്താവന കളവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന അഡ്വൈസർ ജോർജ് കുന്നപ്പുഴ പറഞ്ഞു. 4 പതിറ്റാണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ 4 പതിറ്റാണ്ടിൽ അദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വന്ന് UDF ആണ്. അതിനുശേഷമാണ് അദ്ദേഹം LDFിലേക്ക് പോകുന്നത്. ഈ ബാങ്കിന് അതിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. പക്ഷെ ആരെങ്കിലും കയറി ഈ ബാധ്യതയിൽ ഏറ്റെടുത്ത് ഇവിടം വരെ ആയി കഴിഞ്ഞപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും നിൽക്കണമോ എന്ന് അവരെ ആഗ്രഹിച്ചതിന്റെ ഫലമാണോ ഇപ്പം നടക്കുന്ന ഇത് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തണ്ട എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നടക്കണം. സംരക്ഷണ സമിതിയും അതാണ് ആവശ്യപ്പെട്ടത്. ഞാൻ വായിക്കുന്നത് അതിനകത്ത് നടക്കേണ്ട. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലം ഇത് ഭരിച്ചത് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ കാലത്ത് നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ നടന്നു, അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു അന്വേഷണം നടത്തുന്നു. ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കണ്ണാടിക്കട ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ്. അഡ്മിനിസ്ട്രേറ്റർ ഭരണമേറ്റതോടെ ഇത് നിർത്തുകയായിരുന്നു. മുൻ ഭരണസമിതി കാലത്ത് നിക്ഷേപകരുടെ പണം കൃത്യമായി തിരിച്ചു നൽകിയിരുന്നു. സഹകാരികളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിന്നിരുന്നു. ഈ സ്ഥിതി ആകെ അഡ്മിനിസ്ട്രേഷൻ ഭരണകാലത്ത് നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ആദ്യം രൂപീകരിച്ച അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിക്കാർ രാജിവെച്ചു പോയതും അന്വേഷിക്കേണ്ടതാണെന്നും പത്രസമ്മേളനത്തിൽ ജോർജ് കുന്നപ്പുഴയും കേരള കോൺഗ്രസ് കോയിപ്പുറം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോബോയ് വർഗീസും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.